This is my very first live. Facebook. അയ്യോ Already live. യെസ്, എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ ആദ്യത്തെ ലൈവാണ്. ഫേസ്ബുക്ക് പേജിലെ വെരി ഫസ്റ്റ് ലൈവാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ സിനിമ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മറിമായം ടീമിന്റെ പുതിയ സിനിമയായിട്ടുള്ള പഞ്ചായത്ത് ജെട്ടി, ഈ സിനിമയുടെ ലൊക്കേഷനിലാണ്. ദാ എല്ലാവരും ഉണ്ട് കേട്ടോ. സലിമേട്ടൻ, വീണ, രാജേഷ് ഏട്ടൻ, അനിൽ, ഞങ്ങളുടെ ഡയറക്ടർ മണിയേട്ടനും സലിമേട്ടനുമാണ്. ആൻഡ് അവർ പ്രൊഡ്യൂസർ ഉണ്ണി സർ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ്, ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് ഞങ്ങളുള്ളത്. ഇത് എളങ്കുന്നപ്പുഴ വൈപ്പിനിലാണ് ഇന്നത്തെ ഞങ്ങളുടെ ലൊക്കേഷൻ. എന്റെ ഈ സിനിമയിലെ ലാസ്റ്റ് ഡേ ആണിന്ന്. അപ്പൊ എല്ലാവരെയും ഈ ഒരു സന്തോഷം അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി, ഒരു ഹോൾ ക്രൂ ഇവിടെ ഉണ്ട്, കുറെ നാട്ടുകാരും ഒക്കെ ഉണ്ട്. ഒരുപാട് സന്തോഷം എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതില്. അതിലുപരിയായിട്ട് എനിക്ക് സന്തോഷം പറയാനുള്ളത്, എന്നെ ഓർത്തൂലോ, അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സർ. സർ പറഞ്ഞ വാക്കുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മറിമായം ടീം ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് ചോദിച്ചു, ഞാൻ രജനി ഇല്ലേന്ന് ചോദിച്ചു എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. മണിയേട്ടാ, നമ്മുടെ സിനിമയെ പറ്റി കൂടുതലെന്ത് പറയുന്നത്, മറിമായത്തിന് തന്നിട്ടുള്ള എല്ലാ സ്നേഹവും ഈ സിനിമയ്ക്കും വേണം. എല്ലാവരും നിർബന്ധമായിട്ടും തിയേറ്ററിൽ വന്നിട്ട് പടം കാണണം. മറിമായത്തിൽ നിന്ന് കിട്ടിയതൊക്കെ ഈ സിനിമയിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ മറിമായമാണ്, സിനിമയാണ്. അപ്പോൾ സിനിമ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരുടെയും പിന്തുണ വേണം. നമുക്ക് ഇനിയും സിനിമകൾ ചെയ്യേണ്ടതുണ്ട്. അതെ, മുമ്പ് നമ്മളൊരു പടം ചെയ്തിരുന്നു, വല്ലാത്ത പഹയൻ എന്ന് പറഞ്ഞിട്ട്. മണിയേട്ടൻ ഹീറോ ആയിട്ടും ഞാനും അതിൽ ഭാഗമായിരുന്നു. ഇപ്പൊ മണിയേട്ടൻ ഹീറോ അല്ല, ഞാൻ അങ്ങനെ പറയേണ്ടത് വിചാരിച്ചിട്ടാ. ഇതിപ്പോ മണിയേട്ടനാണ് ഒരു ഡയറക്ടേഴ്സിൽ ഒരാള്. മണിയേട്ടൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു അടിപൊളി ഒരു ക്യാരക്ടറാണ് മണിയേട്ടൻ ചെയ്യുന്നത്. പറയില്ല. സലിമേട്ട പറയൂ. നമ്മുടെ സിനിമ പഞ്ചായത്ത് ജെട്ടിയിലേക്ക് അടുക്കുകയാണ്. നിങ്ങളെ മാത്രം മുന്നിൽ, നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരിക്കലും ഈ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന നിങ്ങൾ നിരാശരാകില്ല. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങളെല്ലാവരും കൂടി നടത്തിയിട്ടുണ്ട്. ഞങ്ങളിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ ഈ പഞ്ചായത്ത് ജെട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ ഒരുപാട് കലാകാരന്മാർ, നാടകത്തിലും മിമിക്രിയിലും നാട്ടുമ്പുറത്തുമുള്ള അതിസമർത്ഥരായ കലാകാരന്മാർ 250ഓളം ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. ഞങ്ങളെ അനുഗ്രഹിക്കണം, പിന്തുണക്കണം, സഹായിക്കണം. എല്ലാവരും തിയേറ്ററിലെത്തി ഈ സിനിമ കാണണം. ഈ കൊച്ചു സിനിമ ഒരു വലിയ മലയാളം സിനിമയാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അതെന്തറിയോ, പണ്ട് പഞ്ചായത്ത് മെമ്പർ ആയ തന്നെയാണ്. അല്ല, സലിമേട്ടന്റെ എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ ഉണ്ടോ ഈ സിനിമയില്? ഒന്നുമില്ല. ഇത് നാട്ടിൻപുറത്ത് നടക്കുന്ന ചെറിയ നമ്മുടെ കൊച്ചു കുടുംബങ്ങളിൽ സാധാരണ കൂലിപ്പണിക്കാരുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന ചെറിയ നമുക്ക് റിലേറ്റ് ചെയ്താൻ പറ്റിയ കുറച്ച് സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു കൊച്ചു കഥയാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുള്ള സിനിമകളിൽ രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമ ഡയറക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. നമസ്കാരം. പറയാനുള്ളതൊക്കെ ഇവർ പറഞ്ഞു. പഞ്ചായത്ത് ജെട്ടി വൈകാതെ തിയേറ്ററുകളിൽ എത്തും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. പക്ഷെ ഇതുവരെ ഇതിന്നൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഈ സിനിമയിൽ ഞാൻ മെമ്പറൊന്നുമല്ല. പഞ്ചായത്താണെങ്കിലും പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ ഒന്നുമല്ല. അതിൽ നിന്നൊക്കെ മാറി എന്നിട്ടൊരു നല്ല ക്യാരക്ടറാണ് ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത്. നാട്ടിൻപുറത്തിന്റെ നന്മയുള്ള ഒരു സിനിമയാണിത്. ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത ഒരു കൊച്ചുപടം. അപ്പൊ തിയേറ്ററിൽ എല്ലാവരും പോയി കാണുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. എടുത്തു പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
നോർമലി വലിയ പടങ്ങളുടെ പോലെ ഒരു വലിയ എന്താ പറയാ ലൊക്കേഷനിലാണെങ്കിൽ കൂടെ ഞങ്ങളൊക്കെ ഒരു ഫാമിലി പോലെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ ലൈറ്റായിട്ട് പോയ ഒരു ലൊക്കേഷനാണ്. ഞാൻ ഇത്രയും പടം ചെയ്തതിൽ എനിക്ക് ഭയങ്കര എന്നും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഇന്നുകൊണ്ട് എന്റെ ക്യാരക്ടറും ഇന്നുകൊണ്ട് എന്റെ അഭിനയം ഇന്നുകൊണ്ട് ഇവിടെ ഈ പ്രോജക്ടിന്റെ തീരാണ്. ഇനി 3 ദിവസം കൂടെ ഉള്ളൂ ഷൂട്ട്. 25ഓടുകൂടി ഷൂട്ടിംഗ് പാക്കപ്പ് ആവും. അപ്പൊ എന്തായാലും ഇതുവരെ ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സർ, നമ്മുടെ ക്യാമറ ചെയ്യുന്ന കൈമൾ സർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ണി സർ ഉണ്ട്. സപ്തതരംഗ് ഫിലിംസും അതുപോലെ ഗോവിന്ദ് ഫിലിംസും ചേർന്നാണ് നമ്മുടെ ഈ മൂവി ചെയ്യുന്നത്. നമ്മുടെ ഇതിനെല്ലാം സപ്പോർട്ട് ആയിട്ടുള്ള ഉണ്ണി സാറാണ്. സർ പ്ലീസ്. അപ്പോൾ രചന പറഞ്ഞ മാതിരി നമ്മുടെ പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇതൊരു നല്ല വിജയമാക്കി തരും കേട്ടോ. നല്ലൊരു ടീമിന്റെ ഒപ്പമുള്ള വർക്കാണ്. ഇതൊരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ഷൂട്ടിംഗ് മാതിരിയുണ്ട്. എല്ലാവരും ഒരു ഒറ്റ കുടുംബന്മാരിങ്ങനെ ഒരു ഇതിന്റെ വീക്ക് നമുക്കത് ഷൂട്ടിംഗ് പൂർത്തിയാക്കാനും പറ്റും. വിദേശമായ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഇത് അവസാനിച്ച് നല്ലൊരു ഹിറ്റാക്കി മാറട്ടെ. സാറിന് ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ ഇത് ചെയ്യണമെന്ന് തോന്നാനുണ്ടായ പ്രധാന കാരണം എന്തായിരുന്നു? അല്ല, പൊതുവേ നമ്മൾ ഈ മറിമായം ഗ്രൂപ്പായിട്ടുള്ള ഒരുപാട് മറിമായം പരിപാടികൾ കണ്ടിട്ടുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് ഇങ്ങനെ മണികണ്ഠനെ കോണ്ടാക്ട് ചെയ്തു. മണികണ്ഠൻ വെച്ചാൽ റെഡി ടു ലോഞ്ച് മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനമെടുത്തു. പെട്ടെന്ന് മുമ്പോട്ട് പോയി. അതെ, നല്ലൊരു സിനിമ അങ്ങനെ വരുന്നതിൽ നമുക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ സർ പ്ലീസ്. കൈമൾ സർ ആണ് നമ്മുടെ ക്യാമറ ചെയ്യുന്നത്. സർ പ്ലീസ്. കൈമൾ സർ, നമ്മുടെ ഈ മൂവിനെ പറ്റി സാറിന്റെ ഒരു സന്തോഷം. തന്നെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം. മൂവിയുടെ കാര്യം സെക്കൻഡാണ്. അതെ. പിന്നെ പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരു 10-40 ദിവസം ഒരു അടിച്ചുപൊളി എന്ന് പറയും. ഷൂട്ടിങ്ങിന് ഇതിനെ വിളിക്കാൻ പറ്റില്ല. ഫണ്ണായിരുന്നു. ശരിക്കും ഫണ്ണായിരുന്നു. അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു ടീം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല. ഓ, അതൊരു വലിയ ക്രെഡിറ്റ് ആണ്. ശരിക്കും പിന്നെ എന്താ ഇവിടെ ഒരു പ്രോട്ടോകോൾ ഇല്ല. എല്ലാവരും ഒരുപോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് പറയാൻ അനുഭവം ഇല്ല. ഇവരെനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്ട് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻഡ് വി ആർ സോ ഹാപ്പി. സാറ് കൂടെ നിന്ന് നമുക്ക് വേണ്ട സജഷൻസും നമുക്ക് വേണ്ട ഗൈഡൻസും എല്ലാം തന്നതിന് ഒരുപാട് 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 സന്തോഷം. സാറിന്റെ ആ എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുള്ളത്. ഒരു നല്ല പടം പ്രതീക്ഷിക്കാം. അതെ, ഇതുപോലെ ഒരു 100ാം ദിവസം കൂടെ നടക്കട്ടെ. അതെ, അങ്ങനെ ആഘോഷിക്കാൻ ഒരു സാധ്യത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വൈബ് കിട്ടും നമ്മളൊരു പടം തുടങ്ങുമ്പോൾ. ബിഗിനിങ് ടു എൻഡ്. അപ്പൊ കേട്ടുല്ലോ സാറിന്റെ ഒരു അഭിപ്രായമാണ്. വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവുക. പോസിറ്റീവ് എനർജി എത്ര പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഷോട്ടിൽ വരുന്ന സമയത്ത് അങ്ങനെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ഒക്കെ സാർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെയധികം സന്തോഷം സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും. ഒരുപാട് ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു. ആൻഡ് രാജേട്ടാ, ഇത് രാജേട്ടൻ നമ്മുടെ അസോസിയേറ്റ് ആണ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. ഞാൻ രാജേട്ടന്റെ കൂടെ ഇത് 2ാമത്തെ സിനിമയാണ്. 2015 കുറേ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ബ്രൂട്ടസിലും രാജേട്ടനായിരുന്നു രൂപേഷിന്റെ സിനിമയിലെ ചീഫായിരുന്നത്. രാജേട്ടാ, നമ്മുടെ സിനിമയെ പറ്റി. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. മണിയേട്ടനും സലിമിക്കയും പിന്നെ പ്രൊഡ്യൂസേഴ്സും പിന്നെ ഈ താരങ്ങളും മറിമായൻ ടീമും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല രീതിയിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഉടൻ തന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ തീരുന്നതാണ്. ഹാപ്പി. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. സന്തോഷം. ഓക്കേ, അപ്പോ ഒരുപാട് 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 സന്തോഷം. ഇനി തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടിങ് മൂവിക്ക് ഉണ്ടാവും. പഞ്ചായത്ത് ജട്ടി എന്ന് പറയുന്ന ഈ മൂവിക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾ അറിയിക്കാം. താങ്ക് യു സോ മച്ച്.